വാൽപ്പാറയിലെ 20ാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞ് ഒരു ആർച്ചുണ്ട്. അതാണ് കാടമ്പറ എന്ന് പറഞ്ഞൊരു സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ മെയിനായിട്ടൊരു പോയൊരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലാൻ. ആദിവാസി കോളനിയാണ്. അതായത് ആദിവാസി കോളനിയുടെ പേരാണ് വെള്ളിമുടി. ഇവിടെ എല്ലാ ദിവസവും മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ആദിവാസികൾ തിരഞ്ഞെടുത്തേക്കണം. ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് മലയാളമാണോ സംസാരിക്കണമെന്ന് എനിക്കിപ്പോൾ ഉള്ള ഡൗട്ട്. മലയാളികളാണ്, പച്ച മലയാളം സംസാരിക്കും നമ്മളോട്. പിന്നെ ഇവിടുത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ്, അതുപോലെ തന്നെ മുള വെച്ചിട്ടൊക്കെ പണിതിട്ടുള്ള വീടാണ്. സ്ഥലം എന്ന് വെച്ചാൽ പക്ക ക്ലീനായിട്ടാണ് ഇവർ ഇട്ടേക്കുന്നത്. ഒരു വീട് എങ്ങനെയാണ് വൃത്തിക്കിടേണ്ടത്, അതായത് ലോ ബഡ്ജറ്റ് വീട്, നമുക്കാണ് ഇത്ര ബെഡ്റൂം വേണം, ഇത്ര കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത്. ഇവരെ ചിലവ് ചുരുങ്ങിയ ജീവിതം, എന്നാലോ നമ്മളെക്കാട്ടിലും ലക്ഷറി. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണവാണ്, പിന്നെ ചുറ്റും മല, പിന്നെ കൃഷി, എല്ലാ വിഭവങ്ങളും കിട്ടും. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സർക്കാരാണെങ്കിൽ ഇവർക്ക് ഫുൾ സപ്പോർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ലൈറ്റ്, പഠിക്കാൻ സ്കൂള്, വൈഫൈ സൗകര്യം, അതുപോലെ തന്നെ TV ചാനൽ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇവരെ കൃഷി സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും എല്ലാ കാര്യങ്ങളും ഒരു ലക്ഷറി ലൈഫാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് ക്ഷണിച്ചു. ഒരു ചേച്ചി മലയാളമാണ്, മിക്സാണ്, ഒരു ഭാഷയാണ് ഞങ്ങളെ സംസാരിച്ചത്. വീട്ടിലോട്ട് ക്ഷണിച്ച് വെള്ളം വേണോ, കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച്. നല്ല കൂളിംഗ് ഉള്ളൊരു വീട്, ചൂട് തന്നെ അകത്തോട്ട് അറിയുന്നില്ല. കളിമണ്ണോണ്ട് പണിതുകൊണ്ടായിരിക്കാം ആ ചൂടറിയാത്തതെന്ന്. അടുക്കളയൊക്കെ കാണണം, ഒരു രക്ഷയില്ല, നല്ല വൃത്തി. ഫ്ലോറൊക്കെ വെറുതെ ടൈലിട്ട പോലെ തന്നെയുണ്ട്. ഒരു പൊടിയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ അവർ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായി. പിന്നെ അവരെ പെരുമാറ്റം, ആദ്യത്തെ മര്യാദ, ഒരു രക്ഷയില്ല. നമ്മളെ വെൽക്കം ചെയ്ത രീതി തന്നെ നമ്മൾ ആദ്യം പേടിച്ചാണ് നിന്നത്, അവരുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടാവുക. പിന്നെ മെയിനായിട്ടൊരു സംഭവം, ക്യാമറ വീഡിയോ എടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചക്കാരിങ്ങോട്ട് എത്തും, അതുകൊണ്ട് ഈ സ്ഥലം നശിഞ്ഞു പോകും, അതുകൊണ്ട് റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എന്നാലും ഇത് മറ്റുള്ളവരിൽ എത്തിക്കുക, കാണണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ജസ്റ്റ് കുറച്ച് 1-2 ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ മര്യാദക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് അവരെ സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള ഒരു നെല്ലറ. അപ്പം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ആ ചേച്ചി കാണിച്ചെന്ന് നമ്മളെ ഈ ആരെയും പരിചയപ്പെടാനോ അതിനൊന്നും എനിക്ക് ടൈം കിട്ടില്ല. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ നമുക്ക് ആകെ കുറച്ച് നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് നേരത്തേക്കുള്ള അനുമതി എടുത്തിട്ടുള്ളൂ. അധികം നേരം നിന്നാലോ, സാധാരണ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാട് നശിപ്പിക്കുന്ന കാരണവും ഒരുപാട് കാര്യം. ഇപ്പം മനുഷ്യൻ്റെ കാൽപ്പാത എത്തിപ്പെടാത്തതുകൊണ്ട് തന്നെ ആ സ്ഥലം നല്ല ക്ലീനും നല്ല ശുദ്ധിയായിരിക്കുകയാണ്. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാം. അങ്ങനെ വരാതിരിക്കാൻ പറ്റായികയൊന്നുമില്ല. പെർമിഷനും കാര്യങ്ങളും മുൻകൂട്ടിയായി എടുക്കണം എന്ന് മാത്രം.